ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രജനനാരോഗ്യം എന്ന പാഠത്തിൻ്റെ തുടർ ഭാഗമാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇൻഫെർട്ടിലിറ്റി എന്നീ പാഠഭാഗങ്ങളാണ് പഠിക്കുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ, വോളണ്ടറി ഓർ ഇൻറ്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം, പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് വൈദ്യശാസ്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വമേധയാ മനഃപൂർവമോ ഗർഭം അലസിപ്പിക്കുന്നതിനെ ഗർഭഛിദ്രം അഥവാ ഗർഭം അലസിപ്പിക്കൽ എന്ന് പറയുന്നു. MTP is legalized by Government of India in 1971 and amended in 2002. 1971 ഇതിൻ്റെ വിവേചനരഹിതമായ ദുരുപയോഗങ്ങൾ ഒഴിവാക്കുന്നതിന് ചില കർശന ഉപാധികളുള്ള നിയമം ഇന്ത്യ ഗവൺമെൻറ് പ്രാബല്യത്തിൽ വരുത്തി. MTP ഈസ് ഡൺ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് വൈദ്യശാസ്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗർഭഛിദ്രങ്ങൾ നടക്കുന്നത്? ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ്, ഗർഭനിരോധന മാർഗങ്ങൾ ഫലപ്രദമാകാതിരിക്കുക. റേപ്പ് വിക്ടിംസ്, ബലാത്കാരമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഗർഭത്തെ ഒഴിവാക്കാൻ. ഇഫ് പ്രഗ്നൻസി ഈസ് പ്രൊഡ്യൂസ് കൺജനൈറ്റലി മാൽഫോംഡ് ചൈൽഡ്, ഗർഭാവസ്ഥയിൽ കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യം മൂലം ഗർഭഛിദ്രം നടത്താറുണ്ട്. വെൻ കണ്ടിന്യൂഡ് പ്രഗ്നൻസി ഈസ് ഹാംഫുൾ ടു മദർ ഓർ ഫീറ്റസ് ഓർ ബോത്ത്, തുടർച്ചയായുള്ള പ്രസവം കാരണം അമ്മയ്ക്കോ കുഞ്ഞിനോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ മരണഹേതുവായേക്കാവുന്ന സന്ദർഭങ്ങളിൽ ഗർഭം അലസിപ്പിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. MTP ഈസ് സേഫ് ഡ്യൂറിങ് ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസത്തെ അതായത് 12 ആഴ്ച വളർച്ച എത്തുന്നതിന് മുമ്പ് ഗർഭഛിദ്രം നടത്തുന്നത് താരതമ്യേന സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷമുള്ള ഗർഭഛിദ്രങ്ങൾ അപകട സാധ്യത കൂടുതലാണ്. MTP ആൻഡ് ഇറ്റ്സ് ഡ്രോബാക്സ്, ഗർഭഛിദ്രത്തിൻ്റെ ന്യൂനതകൾ. മിസ്യൂസ് ഓഫ് ആംനിയോസെൻറ്റസിസ് ഫോർ ഫീമെയിൽ ഫീറ്റിസൈഡ്, ഭ്രൂണ ദ്രവ പരിശോധനയിലൂടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം വിവേചനരഹിതമായി പെൺ ഭ്രൂണഹത്യകൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. MTP ഡൺ ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് പീപ്പിൾ വിച്ച് മേ ബി ഫേറ്റൽ, പ്രാഗൽഭ്യമില്ലാത്തവർ സുരക്ഷിതത്വം ഇല്ലാതെ നടത്തുന്ന ഗർഭഛിദ്രം മരണഹേതു ആകാവുന്നതാണ്. റേസ്ഡ് ഇമോഷണൽ, എത്തിക്കൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹികവും മതപരവും ധാർമ്മികവും വൈകാരികവുമായ എതിർപ്പുകൾ. റെമഡീസ്, പരിഹാരങ്ങൾ. ഇഫക്റ്റീവ് കൗൺസിലിംഗ് ടു അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, awareness of risk factors involved in illegal abortion, provide more healthcare facilities to avoid unhealthy trend to illegal abortion. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, നിയമവിരുദ്ധമായ ഗർഭഛിദ്രം എന്നിവയുടെ അപകട സാധ്യതയെക്കുറിച്ച് അവബോധം നൽകുക. ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ഇത്തരം പ്രവണതകളെ ദുർബലപ്പെടുത്താൻ സഹായിക്കും. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, STDs, ഡിസീസ് ഓർ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ് നോൺ ആസ് STDs ഓർ വെനീറിയൽ ഡിസീസ് ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളെയും അണുബാധയും ഒരുമിച്ച് ലൈംഗിക പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ, അതുമല്ലെങ്കിൽ പ്രത്യുൽപാദന നാളിയിലെ രോഗാണുബാധ എന്ന് വിളിക്കുന്നു. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജെനൈറ്റൽ ഹെർപ്പീസ്, സിഫിലിസ് പറങ്കിപ്പുണ്ണ്, ഗോണറിയ, ക്ലാമീഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, ജെനൈറ്റൽ വാർട്ട്, ജനനേന്ദ്രിയ മുഴ. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി, HIV, ജെനൈറ്റൽ ഹെർപ്പീസ് എന്നിവയൊഴികെ മറ്റു രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. ട്രാൻസ്മിഷൻ, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അവിഹിത ലൈംഗിക ബന്ധത്തിലൂടെയും
ഇൻഫെക്റ്റഡ് സിറിഞ്ച് ആൻഡ് നീഡിൽസ് ഓർ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ശരിയായി അണുവിമുക്തമാക്കാത്ത കുത്തിവയ്പ്പ് സൂചികൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ മുഖേനയും ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ബ്ലഡ്, അണുബാധയുള്ള രക്തം സ്വീകരിക്കുന്നതിലൂടെയും ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അണുബാധയുള്ള മാതാവിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് നേരിട്ടും ഇവ പകരുന്നതാണ്. സിംറ്റംസ് ലക്ഷണങ്ങൾ: ഇച്ചിങ്, പെയിൻ, സ്വെല്ലിങ്സ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ് എക്സെട്ര ഇൻ ദ ജെനൈറ്റൽ ഏരിയ, ജനനേന്ദ്രിയ ഭാഗത്തുള്ള ചൊറിച്ചിൽ, നീർക്കെട്ട്, സ്രവങ്ങളുടെ പുറന്തള്ളൽ മുതലായവ. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, സങ്കീർണമായ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ. അബോർഷൻസ്, സ്റ്റിൽ ബർത്ത്, എക്ടോപിക് പ്രഗ്നൻസീസ്, ഗർഭം അലസൽ, ചാപിള്ള പ്രസവം, അണ്ഡവാഹിയിലെ ഗർഭം. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത. ക്യാൻസർ ഓഫ് ദി റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ലൈംഗിക അവയവങ്ങളിലെ അർബുദം. പ്രിവെൻഷൻ, അവോയ്ഡ് സെക്സ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, വിഹിത ലൈംഗിക ബന്ധം ഒഴിവാക്കുക. യൂസ് ഓഫ് കോണ്ടംസ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുക. ഇൻ കേസ് ഓഫ് ഡൗട്ട്, കൺസൾട്ട് ഓൺലി എ ക്വാളിഫൈഡ് ഡോക്ടർ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇഫ് ഡയഗ്നോസ്ഡ് എയർലി, അണുബാധയെ സംശയിക്കുന്നുവെങ്കിൽ നേരത്തെ രോഗനിർണയം നടത്തി വിദഗ്ധ ചികിത്സ നൽകുക. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത. ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈവൻ ആഫ്റ്റർ 2 years ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ, ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകാത്ത അവസ്ഥയെ ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള ദമ്പതിമാർക്ക് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രത്യുൽപാദനം നടത്തുവാൻ കഴിയും. These disorders can be treated in infertility clinics using ART, assisted reproductive technologies. These technologies used to correct infertility problems. Infertility treatment or assisted reproductive technology or ART. They are in vitro fertilization (IVF) or test tube baby programs, gamete intra-fallopian transfer, GIFT, intracytoplasmic sperm injection (ICSI), artificial insemination technique. Tube baby programs or IVF, in vitro fertilization. In this method, ova from wife and sperm from husband are allowed to fuse under stimulated condition in the lab called IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. പരീക്ഷണശാലയിൽ ബീജസംയോഗം നടത്തി ഭ്രൂണമാറ്റം എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്ന രീതിയാണ് ഇതിനെ ടെസ്റ്റ് ട്യൂബ് ശിശുരീതി എന്ന് പറയുന്നു. അതായത് പുരുഷനിൽ നിന്ന് സ്പേമും സ്ത്രീയിൽ നിന്ന് അണ്ഡവും സ്വീകരിച്ച് പരീക്ഷണശാലയിൽ വെച്ച് ബീജസംയോഗം നടത്തി ഭ്രൂണമാറ്റം എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ: സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ SIFT ആൻഡ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ IUT. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ SIFT ഭർത്താവിൽ നിന്നോ ദാതാവിൽ നിന്നോ ശേഖരിക്കുന്ന സ്പേമും ഭാര്യയിൽ നിന്നോ ദാതാവിൽ നിന്നോ ശേഖരിക്കുന്ന ഓവവും ഉപയോഗിച്ച് ശരീരത്തിന് സമാനമായ അവസ്ഥയിൽ പരീക്ഷണശാലയിൽ സൈഗോട്ട് നിർമ്മിച്ച് സ്ത്രീയുടെ ഓവിഡക്റ്റിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. സൈഗോട്ട് ഓർ എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി ഫലോപ്പിയൻ ട്യൂബ്. ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ IUT പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട 8 ബ്ലാസ്റ്റോമിയറുള്ള ഭ്രൂണത്തെ നേരിട്ട് യൂട്രസിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണിത്. എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി യൂട്രസ്. ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ഫോംഡ് ബൈ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ വിത്തിൻ ദ ഫീമെയിൽ
ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ such transfer to assist those female who cannot conceive. ബീജങ്ങളുടെ സംയോഗം സ്ത്രീകളുടെ ശരീരത്തിനകത്ത് വെച്ച് നടത്തി ഭ്രൂണങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതിനെ ഇൻ വിവോ ബീജസംയോഗം എന്ന് പറയുന്നു. ഗർഭധാരണം നടത്താൻ കഴിവില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സഹായ മാർഗമാണിത്. ഗിഫ്റ്റ് ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. Transfer of an ovum collected from a donor female into another female who cannot produce ova but can provide suitable condition for fertilization and further development of the fetus up to parturition. അണ്ഡം ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഓവുലേഷന് സാധിക്കാത്ത എന്നാൽ ബീജസംയോഗത്തിനും തുടർന്നുള്ള വികാസത്തിനും കഴിവുള്ള സ്ത്രീയിലേക്ക് മറ്റൊരു സ്ത്രീയുടെ മറ്റൊരു ദാതാവിൽ നിന്ന് ശേഖരിച്ച ഓവം അല്ലെങ്കിൽ അണ്ഡം മാറ്റുന്നതിനെ ഗിഫ്റ്റ് എന്ന് വിളിക്കുന്നു. ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. Sperm is directly injected into the ovum to form an embryo in the lab and then embryo is carried out. അണ്ഡത്തിലേക്ക് പുംബീജം നേരിട്ട് കടത്തിവിട്ട് പരീക്ഷണശാലയിൽ വെച്ച് പ്രത്യേക സംവിധാനത്തിലൂടെ ഭ്രൂണം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കൃത്രിമ ബീജദാനം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് when the male partner failed to inseminate the female or due to very low sperm count. പുരുഷന് സ്പേം നിക്ഷേപിക്കാൻ കഴിയാതെ വരുമ്പോഴോ സ്പേം കൗണ്ട് കുറയുമ്പോഴോ അല്ലെങ്കിൽ വളരെ കുറച്ച് പുംബീജം മാത്രം ഉള്ളപ്പോഴോ പരിഗണിക്കുന്ന രീതിയാണിത്. ഒന്നുകിൽ ഭർത്താവിൽ നിന്നോ ദാതാവിൽ നിന്നോ സ്പേം ശേഖരിച്ച് സ്ത്രീയുടെ വജൈനയിലേക്കോ അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്കോ കൃത്രിമമായി നിക്ഷേപിക്കുന്നു. ഗർഭാശയത്തിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നതിനെ ഗർഭാശയാന്തര ബീജദാനം എന്ന് പറയുന്നു. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. സെമൻ കളക്റ്റഡ് ഫ്രം ദി ഹസ്ബൻഡ് ഈസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി യൂട്രസ്. താങ്ക് യു.